നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. വയനാട്ടിലും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൊട്ടിക്കലാശം. ഇന്ന് നിശബ്ദ പ്രചരണം, നാളെ വിധിയെഴുത്ത്. ഏറെ ആവേശത്തോടെയായിരുന്നു രണ്ടിടത്തും കൊട്ടിക്കലാശം നടന്നത്. UDF തിരുവമ്പാടിയിലും LDF കൽപ്പറ്റയിലും NDA ബത്തേരിയിലുമാണ് വയനാട്ടിലെ കലാശക്കൊട്ട് നടത്തിയത്. ചേലക്കരയിൽ LDF, UDF, NDA സ്ഥാനാർത്ഥികളുടെ കലാശക്കൊട്ട് ആഘോഷമാക്കിയത് ചേലക്കര ബസ് സ്റ്റാൻഡിലാണ്. UDF അണികളെ ആവേശത്തിലാഴ്ത്തി പ്രിയങ്ക ഗാന്ധിയുടെ കന്നി തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശത്തിനും സഹോദരനും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയും എത്തിയിരുന്നു. സംസ്ഥാന സ്കൂൾ കായികമേള സമാപന ചടങ്ങിൻ്റെ വേദിയിൽ പ്രതിഷേധം. സ്പോർട്സ് സ്കൂളുകളെ കിരീടത്തിന് പരിഗണിച്ചതിനാലാണ് പ്രതിഷേധം. നവാമുകുന്ദ, മാർ ബേസിൽ സ്കൂളുകളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. GV രാജ സ്കൂളിന് 2ാം സ്ഥാനം നൽകിയതിന് പിന്നിൽ ഉദ്യോഗസ്ഥരുടെ കളിയുണ്ടെന്നാണ് പരാതി. സംഘർഷത്തെ തുടർന്ന് പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ കയ്യാങ്കളിയിലെത്തി. സമാപന ചടങ്ങിൻ്റെ വേദിയിൽ വിദ്യാഭ്യാസ മന്ത്രി ഇരിക്കെയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി എത്തിയത്. പ്രതിഷേധത്തെ തുടർന്ന് സമാപന ചടങ്ങ് വേഗത്തിൽ അവസാനിപ്പിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന ചടങ്ങിനിടെയുണ്ടായ വിദ്യാർത്ഥി പ്രതിഷേധത്തിലെ പോലീസ് നടപടിയിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി KSU. വിദ്യാർത്ഥികളെ മർദ്ദിച്ച പോലീസ് നടപടി പ്രതിഷേധാർഹമാണെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തുന്ന കായികമേളയിൽ ജനറൽ സ്കൂൾ, സ്പോർട്സ് സ്കൂൾ വേർതിരിവുകൾ ഇല്ലെന്ന് മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സമാപന ചടങ്ങിൽ സംഘർഷമുണ്ടായ സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം. കേരളത്തിലെ കായിക രംഗത്തിന് പിന്നോട്ട് പോക്ക് സംഭവിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്കൂൾ തലത്തിൽ മികച്ച പ്രകടനങ്ങൾ നടത്തിയ താരങ്ങൾ കായിക രംഗത്തു തന്നെ അപ്രത്യക്ഷമായി. കായിക രംഗത്തെ പ്രകടനങ്ങൾ പലർക്കും മാർക്കും ഗ്രേസ് മാർക്കും നേടാനുള്ള ഉപാധിയായി മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ടൂറിസം വികസനത്തിന് കരുത്തേകി ബോൾഗാട്ടിയിൽ നിന്ന് പറന്നുയർന്ന സീപ്ലെയിൻ മാട്ടുപ്പെട്ടി ഡാമിൽ ലാൻഡ് ചെയ്തു. മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, P. രാജ്, V. ശിവൻകുട്ടി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് മന്ത്രിമാരും സീപ്ലെയിനിൽ യാത്ര ചെയ്തു. സ്ഥലം ഏറ്റെടുക്കുന്ന വെല്ലുവിളിയും ഉൾപ്രദേശങ്ങളിലെ ടൂറിസ്റ്റ് മേഖലയിൽ എത്തിപ്പെടുക എന്ന വെല്ലുവിളിയും സീപ്ലെയിൻ കൊണ്ട് മറികടക്കാൻ പറ്റുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. മൈസൂരുവിൽ നിന്ന് ഇന്നലെയാണ് കനേഡിയൻ കമ്പനിയുടെ ജലവിമാനം കൊച്ചിയിലെത്തിച്ചത്. സർക്കാരില്ലായ്മയാണ് കേരളം അനുഭവിക്കുന്ന പ്രശ്നമെന്നും മുഖ്യമന്ത്രിക്ക് പോലും സർക്കാരിന്മേൽ നിയന്ത്രണമില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. 10 കൊല്ലം മുമ്പ് ഉമ്മൻചാണ്ടി സീപ്ലെയിൻ കൊണ്ടുവന്നപ്പോൾ എതിർത്ത CPM ആണ് ഇപ്പോൾ സീപ്ലെയിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുന്നതെന്നും കാപട്യമാണ് CPMൻ്റെ മുഖമുദ്രയെന്നും VD സതീശൻ പറഞ്ഞു. സീപ്ലെയിൻ പദ്ധതി 10 കൊല്ലം മുമ്പ് വരേണ്ട പദ്ധതിയായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ പറഞ്ഞു. ഇത്രയും വൈകിപ്പിച്ചതിന് പിണറായി വിജയൻ ക്ഷമ ചോദിക്കണമെന്നും UDFൻ്റെ കാലത്ത് പദ്ധതിക്കായി എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നുവെന്നും എന്നാൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് CPM എതിർപ്പിനെ തുടർന്ന് നിർത്തിവെക്കുകയായിരുന്നുവെന്നും അന്ന് പദ്ധതി തടസ്സപ്പെടുത്താൻ സമരം ചെയ്ത മത്സ്യത്തൊഴിലാളി സംഘടനകളെ ആരും ഇന്ന് കാണാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സീപ്ലെയിൻ പദ്ധതി മാട്ടുപ്പെട്ടി ഡാം പദ്ധതിയുടെ ഭാഗമാക്കുന്നതിൽ വനം വകുപ്പ് ആശങ്ക അറിയിച്ചു. ഡാം ആനത്താരയുടെ ഭാഗമാണെന്നും വിമാനം ഇറങ്ങുന്നത് ആനകളിൽ പ്രകോപനം സൃഷ്ടിക്കുമെന്നാണ് വനം വകുപ്പ് അറിയിക്കുന്നത്. നേരത്തെ നടന്ന സംയുക്ത പരിശോധനയിലാണ് വനം വകുപ്പ് ആശങ്ക അറിയിച്ചത്. എന്നാൽ നിലവിലെ പരീക്ഷണ ലാൻഡിംഗ് എതിർപ്പില്ലെന്നും വനം വകുപ്പ് അറിയിച്ചു. സീപ്ലെയിൻ പദ്ധതിയുടെ റൂട്ട് അന്തിമമായിട്ടില്ലെന്നും ആവശ്യമായ ചർച്ചകൾ നടത്തി ആശങ്കകൾ പരിഹരിക്കുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. പരിസ്ഥിതി പ്രശ്നങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങളിലൂടെയായിരിക്കും സീപ്ലെയിൻ പദ്ധതി നടപ്പാക്കുകയെന്നും ഇന്ന് ട്രയൽ റണ്ണിൻ്റെ ഭാഗമായിട്ടാണ് കൊച്ചിയിൽ നിന്ന് മാട്ടുപ്പെട്ടി ഡാമിലേക്ക് സീപ്ലെയിൻ ഓടിച്ചതെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. അതോടൊപ്പം സീപ്ലെയിനുമായി ബന്ധപ്പെട്ട് UDF ഭരണകാലത്ത് സമരം ചെയ്തതിനെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. അന്നത്തെ സാഹചര്യമല്ല ഇന്നുള്ളതെന്നും കേന്ദ്ര നയം തന്നെ മാറിയെന്നും കൂടുതൽ ഉദാരമായെന്നും റിയാസ് പറഞ്ഞു. മറ്റു വിവാദങ്ങളിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സമരസമിതി അംഗങ്ങൾ കൂടിക്കാഴ്ച നടത്തി. പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കാത്തിരിക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടുവെന്നും ബിഷപ്പ് അബ്രോസ് പുത്തൻ വീട്ടിൽ പറഞ്ഞു. മുനമ്പത്തിൻ്റെ കണ്ണീർ തോരാനുള്ള ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. മുനമ്പത്ത് നിന്ന് ആരെയും കുടിയൊഴിപ്പിക്കില്ലെന്നും മന്ത്രി P. രാജീവും വ്യക്തമാക്കി. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നവംബർ 22-ന് ഉന്നതതല യോഗം ചേർന്ന് പ്രശ്നം പരിഹരിക്കാൻ ചർച്ച നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്തിനെയും വ്യവസായ ഡയറക്ടർ കെ ഗോപാലകൃഷ്ണനെയും സസ്പെൻഡ് ചെയ്ത് സർക്കാർ. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എസ് ജയതിലകനെതിരായ പരസ്യ അധിക്ഷേപത്തിന്റെ പേരിലാണ് എൻ പ്രശാന്തിനെതിരെ നടപടിയെടുത്തതെങ്കിൽ മല്ലു ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പ് വിവാദത്തിന്റെ പേരിലാണ് കെ ഗോപാലകൃഷ്ണനെതിരെ നടപടിയെടുത്തത്. കെ ഗോപാലകൃഷ്ണൻ IAS ഉദ്യോഗസ്ഥർക്കിടയിൽ മതാടിസ്ഥാനത്തിൽ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിച്ചുവെന്നും ചേരിതിരിവുണ്ടാക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിലൂടെ ഉദ്യോഗസ്ഥർക്കിടയിലെ സാഹോദര്യം തകർക്കാൻ ശ്രമിച്ചുവെന്നും സർക്കാർ പുറത്തിറക്കിയ സസ്പെൻഷൻ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. അഡീഷണൽ ചീഫ് സെക്രട്ടറി അടക്കമുള്ള സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രശാന്തിന്റെ പരാമർശങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെ പൊതുമധ്യത്തിൽ നാണം കെടുത്തിയെന്നും ഇരുവരും സർവീസ് ചട്ടങ്ങളുടെ ഗുരുതരമായ ലംഘനം നടത്തിയെന്നുമാണ് സർക്കാർ ഉത്തരവിൽ പറയുന്നത്. ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരനാണ് IAS ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയത്. സസ്പെൻഷൻ നടപടി നേരിട്ട വിഷയത്തെ തന്റെ വിശദീകരണം കേൾക്കാതെയാണ് നടപടിയെന്ന് എൻ പ്രശാന്ത്. സർക്കാരിന്റെ നടപടിയിൽ അത്ഭുതം തോന്നുന്നുവെന്നും പ്രശാന്ത് പറഞ്ഞു. ഫേസ്ബുക്ക് കുറിപ്പുകളിൽ ചട്ടലംഘനമില്ലെന്നും സർക്കാരിനെ വിമർശിച്ചിട്ടില്ലെന്നും പ്രശാന്ത് പറഞ്ഞു. തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ചെയ്തതെന്നും ആരെയും സുഖിപ്പിക്കാനല്ല തനിക്ക് ശമ്പളം നൽകിയതെന്നും പറഞ്ഞ പ്രശാന്ത് തൻ്റെ കുറിപ്പുകളെ എന്തിനാണ് ഭയക്കുന്നതെന്നും ചോദിച്ചു. ജനിച്ചു വീണപ്പോഴേ IASകാരനാകണമെന്ന് വിചാരിച്ചു വന്ന ആളിൽ നിന്നും വേറെയും ജോലിയും താല്പര്യങ്ങളും എല്ലാം ഉള്ളതാണെന്നും ഇതൊന്നും വലിയ സംഭവമായി തനിക്ക് തോന്നുന്നില്ലെന്നും പ്രശാന്ത് വ്യക്തമാക്കി. മലിനീകരണം സൃഷ്ടിക്കുന്ന ഒരു പ്രവർത്തനത്തെയും ഒരു മതത്തെയും പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് സുപ്രീം കോടതി. പടക്കങ്ങൾക്ക് രാജ്യവ്യാപകമായ നിരോധനം ഏർപ്പെടുത്താത്തത് എന്തുകൊണ്ടാണെന്നും സുപ്രീം കോടതി ആരാഞ്ഞു. ഡൽഹിയിലെ മലിനീകരണവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം. വർഷം മുഴുവൻ ഗുരുതര വായു മലിനീകരണം അഭിമുഖീകരിക്കുന്ന ഡൽഹിയിൽ നിർദ്ദിഷ്ട മാസങ്ങളിൽ മാത്രം പടക്കങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് എന്തിനാണെന്നും കോടതി ചോദിച്ചു. VD സതീശനുണ്ടായാലും പിണറായി വിജയനുണ്ടായാലും കേന്ദ്രം മുനമ്പത്തിന് നീതി ഉറപ്പാക്കുമെന്ന് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. ഇത്രയും കാലം കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയിൽ നിന്ന് ഇറങ്ങാൻ ആർക്ക് പറയാനാകുമോ എന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് രാജീവ് ചന്ദ്രശേഖറും ഷോൺ ജോർജും നിവേദനം കൈമാറി. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.